أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, കുട്ടികളെ, റേഡിയോ മുഖേന ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ പാരായണം ചെയ്യുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിച്ചാൽ അതിനുവേണ്ടി നമുക്ക് സമയം ചിലവഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, അത് എങ്ങനെയൊക്കെ പാരായണം ചെയ്യണമെന്ന് മനസ്സിലാക്കാനുള്ള, അത് എങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് പോകാൻ അവസരമുള്ളൂ. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണല്ലോ. ആദ്യം മഖാരിജുൽ ഹുറൂഫ്, ഓരോ ഹർഫുകൾ പുറപ്പെടുവിക്കേണ്ട, എവിടെ നിന്നാണ് പുറപ്പെടുവിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതിനാണല്ലോ മഖ്റജ് എന്നൊക്കെ പറയും, മഖാരിജുൽ ഹുറൂഫ്. ഈ മഖാരിജുൽ ഹുറൂഫ് ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായ കാര്യമാണ്. അഥവാ ഒരു ഹർഫ് പുറപ്പെടുവിക്കേണ്ടത്, ഖുർആൻ ഓതുമ്പോൾ ഒരു ഹർഫ് പുറപ്പെടുവിക്കേണ്ടത് അത് അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെയായിരിക്കണം. അങ്ങനെ ആ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? അതിൻ്റെതായ ശബ്ദമാവൂല അതിന് വരിക. അങ്ങനെ വരാതിരിക്കുമ്പോൾ അതിലുദ്ദേശിച്ച അർത്ഥമല്ല പിന്നെ അതിനുണ്ടാവുക. മനസ്സിലായില്ല? അപ്പൊ അത് നിർബന്ധാണ്. അതിന് ഇടർച്ച വരുത്തുക, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഉച്ചരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹറാമായ കാര്യമാണ്. അപ്പോ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ആ മഖ്റജിൽ നിന്ന് ഒരു ഹർഫ് ഉച്ചരിക്കുമ്പോൾ അതിനുണ്ടാവേണ്ട സിഫത്തുണ്ട്. അഥവാ ആ എങ്ങനെ അതിന് പറയപ്പെട്ട സിഫത്തുകൾ എന്തൊക്കെയാണോ ആ സിഫത്ത് പ്രകാരമായിരിക്കണം ആ ഹർഫ് നാം ഉച്ചരിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞാൽ നാം ഒരു ഹർഫ് ഉച്ചരിക്കുമ്പോൾ, ആ ഹർഫ് ഉച്ചരിക്കുമ്പോൾ പണ്ഡിതന്മാർ അതിന് എന്തൊക്കെ സിഫത്തുകൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സിഫത്തുകളൊക്കെ നാം മനസ്സിലാക്കിയിട്ട് നാം ഉച്ചരിക്കുന്ന ഹർഫിന് അത്തരം സിഫത്തുകളെല്ലാം പരിഗണിച്ചായിരിക്കണം ഉച്ചരിക്കേണ്ടത്. അങ്ങനെ ഉച്ചരിക്കാതിരുന്നാലോ അപ്പോഴും സംഭവിക്കുന്നതാണ്, നാം സിഫത്തുകൾ കൊടുക്കാതെ ഉച്ചരിക്കാതിരുന്നാൽ അതും ആ ശബ്ദം എങ്ങനത്തെ അതിൻ്റെതായ ആ ശബ്ദത്തിൽ പുറപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ സിഫത്ത് പരിഗണിക്കലും നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഈ സിഫത്തുകളിൽ അത് പരിഗണിക്കൽ വളരെ നിർബന്ധമായ കാര്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ സിഫത്ത് അതിനില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്നെ മാറിപ്പോണ അവസ്ഥ. ഉദാഹരണം പറഞ്ഞാൽ സ്വാദിന് നമ്മൾ ഇസ്തിഅലാഇന്റെ ഹർഫാണ്, അതുകൊണ്ട് തന്നെ അതിന് തഫ്ഖീം കൊടുത്തിട്ടായിരിക്കണം, തഫ്ഖീമിന്റെ ശബ്ദമായിരിക്കണം. അത് തഫ്ഖീം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അസ എന്നുള്ളതിനെ പിന്നെ അസ എന്നായിരിക്കും കേൾക്കുക. അതുകൊണ്ട് തന്നെ അത് അർത്ഥം മാറും. അതുകൊണ്ട് തന്നെ കുറ്റക്കാരാവും. അപ്പോ സിഫത്ത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്, മഖ്റജ് പരിഗണിച്ചായിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഇനി ഒരാള് ഒരു സ്റ്റേജിൽ ഓതുകയാണ്, ഇവന്റെ ഓത്ത് പലരും കേൾക്കാൻ ഉണ്ട്.
ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഉണ്ടാവില്ല പലരും ഓതല്. അങ്ങനെ ഓതുമ്പോ ഇത്തരം സിഫത്തിന്റെ കാര്യം ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. മനസ്സിലായ? ഉദാഹരണം ഇപ്പോ എങ്ങനെ പറയാ, ഉദാഹരണം ഇപ്പോ പറയുകയാണെങ്കിൽ മക്തൂബ് എന്ന് ഒരു വാക്ക് വരിക. മക്തൂബ് അത് ഒരാള് ഓതുകയാണ്. ഇവന്റെ ഓത്തൊക്കെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് ഓത്ത് കേട്ട് പഠിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതാണല്ലോ ഒരു സ്റ്റേജിലുള്ള ഒരു ഓത്തുണ്ടാവുക. അപ്പൊ ഇയാള് മക്തൂബ് എന്ന് ഓതുകയാണെങ്കിൽ മക്തൂബ് എന്നതിന് പകരം അല്ലെങ്കിൽ യത്ലൂൻ എന്ന് ഓതുകയാണെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അത് തെറ്റായ കാര്യമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഓനക്ക് ഓതാൻ സാധിക്കുള്ളൂ. ഇങ്ങനത്തെ സ്ഥലത്ത് ഓതാൻ പാടില്ല. ഒരാൾക്ക് അങ്ങനെ ഓതാൻ സാധിക്കുള്ളൂ. ശ്രമിച്ചിട്ടൊന്നും സാധിക്കണില്ല. യത്ലൂന എന്ന് ഓതാൻ സാധിക്കണില്ല. യത്ലൂന എന്ന് തന്നെ എത്ര പഠിച്ചാലും പഠിയുള്ളൂ. അങ്ങനത്തെ അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പൊതു സ്റ്റേജിലോ അങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും ഓതാൻ പാടില്ല. അതെന്താണ്? തെറ്റാണ്. അഥവാ എന്താണ് സംഭവിക്കുക? യത്ലൂന അല്ലെ മക്തൂബ് എന്ന് ഷിദ്ദത്തും ഹംസ് എന്ന രണ്ട് സിഫത്തും പരിഗണിച്ചിട്ടാണ് ഉദാഹരണം പറയാണ് കേട്ടോ ആ അക്ഷരത്തെ ഉച്ചരിക്കേണ്ടത്. അങ്ങനെയാണ് എന്തുള്ളത് നമ്മൾക്ക് എത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരായിട്ട് മക്തൂബ് എന്നോ അല്ലെ യത്ലൂന എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ആ നിയമത്തിനോട് എതിര് കാണിക്കലാണ്. അപ്പോ ആ റിവായത്തിൽ അങ്ങനെയാണ് ഓതുന്നത്. അതിൽ അവന് കളവ് പറയലായി. അതുകൊണ്ട് തന്നെ അത്തരം അറിയാത്ത ആളുകളാണെങ്കിലും അല്ലെങ്കിൽ പഠിയാത്ത ആളുകളാണെങ്കിലും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ വയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കാനും പാടില്ല, മുഅല്ലിമാവാനും പാടില്ല. മനസ്സിലായില്ല? ഖുർആൻ ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കാനും അതിന്റെ സിഫത്തുകൾ അനുസരിച്ച് ഉച്ചരിക്കാനൊന്നും സാധിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു മുഅല്ലിമായിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെ കുട്ടികൾക്ക് പഠിയും. കുട്ടികൾക്ക് ഈ കളവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനത്തെ വിഷയമുള്ളവർ ആ പണിക്ക് നിൽക്കാതിരുന്നാൽ മതി. അങ്ങനത്തെ ഒരു എന്ത് ചെയ്താൽ മതി, വല്ല താരീഖോ പിന്നെ ഫിഖ്ഹോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ പഠിപ്പിക്കാൻ നിന്നാൽ മതി. മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് അറിഞ്ഞിട്ടാ, കാരണം മറ്റുള്ള ആൾക്ക് പഠിപ്പിക്കാമല്ലോ, കുട്ടികൾക്ക് പഠിപ്പിക്കാമല്ലോ. അതേ സമയത്ത് ഒരാൾ ഓതാൻ ശരിക്കും അറിയണമെന്നില്ല, വെയ്ക്കണില്ല, ശ്രമിച്ചിട്ട് അറിയാന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. പഠിച്ചിട്ടും പഠിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട്, അല്ലാത്തതുണ്ട്. അതിനെ പരിഗണിക്കാത്ത അത് വേറെ വിഷയമാണ്. എത്ര ആയിട്ടും പഠിക്കുന്നില്ല. പിന്നെ ഇതേമാതിരി വേണ്ടമാതിരി പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരാള് സ്വന്തമായിട്ട് ഇരുന്ന് ഓതുമ്പോ ഇങ്ങനത്തെ പിഴവുകളൊക്കെ വരിക എന്ന് പറഞ്ഞത് അവരുടെ ഒരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് പറയപ്പെടുന്നത്. അതേസമയത്ത് ഒരാൾ ഇങ്ങനെ ശരിക്കും ഓതാനൊക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ്. ശരിക്കും മഖ്റജ് എന്ന് പുറപ്പെടുവിക്കാൻ സാധിക്കും. അതിന്റെ സിഫത്തുകളൊക്കെ ഏതൊക്കെയാണെന്ന് അവനക്ക് അറിയാം. അതൊക്കെ പരിഗണിച്ചിട്ട് ഓതാൻ അവനക്ക് സാധിക്കും. മദ്ദുകളുടെ കാര്യത്തിലൊക്കെ അവനക്ക് വളരെയധികം അറിയാം. മദ് ലാസിമിന് 6 ഹർക്കത്താണെന്നും മറ്റത് 4, 5 അല്ലെങ്കിൽ 4, 6, 2, 4, 6 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ അറിയും. പക്ഷേ അങ്ങനത്തെ ആളൊരു മദ്ദും മുത്തസിൽ വന്നപ്പോ വേണ്ട മാതിരി നീട്ടാതെ ഓതിന്ന് വെക്കുക. അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓതുന്നത്, അവന്റെ ഓത്ത് വേറെ ആരും ശ്രദ്ധിക്കണില്ല, വേറെ ആളും കേട്ട് പഠിക്കാനിരിക്കണില്ല. ഇങ്ങനത്തെ സമയത്താണെങ്കിൽ ഓന് ആ വിഷയത്തിൽ ഒരു എന്ത് ചെയ്തു, പോരായ്മ ചെയ്തു എന്നാണ്. ഓന് ശരിക്കും പഠിച്ചിട്ടും അത് ചെയ്യാതിരിക്കുന്നത് അത് വേറെ വിഷയം. ഏതായാലും ഏറ്റവും ചുരുങ്ങിയപ്പോ എന്താ വെച്ചാൽ മഖ്റജിൽ നിന്ന് തന്നെ പുറപ്പെടുവിക്കണം. മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കണം. ഇപ്പൊ നമ്മള് ഉദാഹരണം ഇപ്പൊ പറയണേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ഒരാള് അൽഹംദുലില്ലാഹി എന്ന് ഓതുകയാണെങ്കിൽ എന്താണ്, അത് പാടില്ല. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഓതുകയാണെങ്കിൽ അത് പാടില്ല. കാരണം മഖ്റജ് കിട്ടു, അർത്ഥം മാറി ആകതായി. അതേപോലെ തന്നെ അപ്പൊ അതൊന്ന്. അതുപോലെ തന്നെ
സിഫത്താണെങ്കിൽ ഇപ്പോ നേരത്തെ പറഞ്ഞ മാതിരി എന്നുള്ളതായി. ഇങ്ങനെയുള്ളത് വലിയ തെറ്റാണ്. തഫ്ഹീം സ്വാദിന് തഫ്ഹീം കുറച്ച് സീനാവുന്ന ഒരവസ്ഥ, അങ്ങനെയുള്ള പലതും ഉണ്ടാവുമല്ലോ. അതും വലിയ തെറ്റിൽപ്പെട്ടതാണ്. ലഹ്ന് ജലീയെന്നും ഖഫീയെന്നും പറയും. തെറ്റ് വ്യക്തമായ തെറ്റ്, ഖഫിയായ തെറ്റ്. അതിൽപ്പെട്ടാണ് മഖ്റജ് എന്ന് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞത്. അത് ശരിക്കും വേണ്ടത് കാര്യമാണ്. അതിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അർത്ഥത്തെ മാറ്റും. പിന്നെ ഇങ്ങനെയുള്ള സിഫത്തുകൾ, അതുപോലെ തന്നെ ഒരു ഇഅ്റാബ് മാറ്റുക, അഥവാ ഫത്ഹ് കസ്ർ ദമ്മ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മാറ്റിത്തിരിക്കുക. ഫത്ഹ് വേണ്ടവർക്ക് ദമ്മ പറയാം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അൻഅംത എന്നുള്ളത് താഇന് എന്താണ്? ഫത്ഹാണ്. അവിടെ അൻഅംതു എന്നൊരാൾ ഓതിയിട്ടുണ്ടെങ്കിലോ വലിയ തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയത്ത് ഒരാളിപ്പോ സൂ അൽ അദാബ് എന്നൊക്കെ ഉള്ളത് മദ് മുത്തസില് വേണ്ടമാതിരി നീട്ടാതെ ഓതി, അതൊന്നും എപ്പോ പാടില്ല. ഒരു സ്റ്റേജിൽ നിന്നിട്ടുള്ള അങ്ങനത്തെ കോത്തുണ്ടാവുമ്പോ പാടില്ല. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓതാണെങ്കിൽ പാടില്ല. അതേ സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഓതുമ്പോ അക്കാര്യത്തിൽ ഒരു പോരായ്മ ചെയ്തു എന്നുള്ള ഒരു, അല്ലാതെ ഹറാം എന്ന അവസ്ഥയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വിഷയം എവിടെ വെച്ചാല് അമ്മക്ക് ശരിക്ക് അതിൻ്റെതായ നിലക്ക് ഓതാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? നമ്മള് ശരിക്കും ഓതാൻ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മദ്രസയില് ഖുർആൻ പഠിപ്പിക്കാൻ നിൽക്കരുത്. നിന്നാല് അവനറിയാതുള്ള കുറ്റക്ക് ഏറ്റെടുക്കലായിരിക്കും. കാരണം കുട്ടികൾക്ക് പഠിപ്പിക്കാണ്. അപ്പൊ അങ്ങനെയുള്ള അതിൽപ്പെട്ടാണ് എന്നൊക്കെ ഓതുന്നതിന് പകരം കുട്ടികളെ എന്നൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു, അപ്പൊ തന്നെ എന്നൊക്കെ പറഞ്ഞതിന് പകരം അല്ലാ, വാലിം, വറബ ഒക്കെ ഒരേ ശബ്ദത്തിൽ അങ്ങനെയൊന്നും കുട്ടികളെ പഠിപ്പിക്കരുത്. അങ്ങനെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എവിടെ എത്തിയിരുന്നത്? റാഇന് തഫ്ഖീമാക്കേണ്ട കാര്യങ്ങളുള്ള കഥ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 8 സ്ഥലത്ത് റാഇനെ തഫ്ഖീമാക്കി ഉച്ചരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടാവും. 8 സ്ഥലത്താണ് റാഇനെ തഫ്ഖീമാക്കേണ്ടത്, അഥവാ റോ എന്ന ശബ്ദത്തിൽ പറയേണ്ടത്. റോ നമുക്കറിയാം. റോഇന്റെ മഖ്റജ് ഏതാണെന്ന് അറിയാം. നാവിന്റെ തല നേരെ തെറ്റിച്ച് ഊനുമെന്ന് വിട്ടിട്ടുള്ള സ്ഥലം, ഊനുമ തെറ്റിക്കാത്ത കുറച്ചു. ഇപ്പൊ റോ അത് ഓവർ ആയിട്ട് അവിടെ അമർത്തിയത്, അപ്പോൾ ശബ്ദം മാറും. തീരെ അമർത്തല് ഒഴിവായാലോ അതും പ്രശ്നമാവും. ഈ സ്ഥലത്ത് നിന്ന് ഉള്ളിലേക്ക് പോയാലോ അതും പ്രശ്നമാവും. ഇപ്പൊ റോ എന്ന് ഉച്ചരിക്കുന്ന ആള് ആ നാവിന്റെ വളച്ച് മേലെ കൊണ്ടിട്ട് റോ എന്ന് ഉച്ചരിക്കുന്നതിനെ പിന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയ അവസാനം മലയാളത്തിലെ റാന്റെ മാതിരിയൊക്കെ ആവും. അതാണ് ചിലരൊക്കെ ഓതുമ്പോ അർ-റഹ്മാനിർ റഹീം എന്നൊക്കെ കേൾക്കുന്നത്. അർ-റഹ്മാനിർ റഹീം എന്നതിന് പകരം റാന്നിന്റെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ റാ പറയാണോ എന്ന് തോന്നുന്ന ഒരവസ്ഥ. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റബ്ബേ റബ്ബേ എന്ന് നമ്മളിങ്ങനെ പറയുന്നത്. അപ്പൊ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞാൽ എന്താവും സമയം? എന്തിനാ പിന്നെ വിളിക്കണേ? യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യാ? യാ റബ്ബ് റബ്ബ് എന്നൊക്കെ പറഞ്ഞാല് പിന്നെ ആ റബ്ബ് എന്നുള്ളത് മാറിയിട്ട് വേറെ എന്തിനെ വിളിക്കണ മാതിരി പോകും. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ അതിനെ തഫ്ഖീമാക്കേണ്ടത് 8 സ്ഥലത്താണ്. ഒന്ന് ഏതാണ്? റാഇന് ഫത്ഹ് വരുമ്പോ റാഇന് ഫത്ഹായി വരുന്ന സമയത്തൊക്കെ തഫ്ഖീമൈകാരം. റാഇന് ഫത്ഹ് ആയിട്ട് വരുമ്പോഴൊക്കെ എന്തേക്കാരം? തഫ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. റാഇന് ഫത്ഹ് എപ്പോ കണ്ടോ
അവിടെ സംശയിക്കേണ്ട തഫ്ഖീം. റമദാൻ, ഷഹ്റു റമദാൻ, റമദാൻ എന്ന് പറഞ്ഞ മാതിരി. അപ്പൊ റാഇന് ഫത്ഹാകുമ്പോ ഇന്ന് ആരൊക്കെ ഉള്ളത് കേൾക്കാൻ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് കുറവുണ്ടാ? ഉള്ളവര് എന്തെങ്കിലും ഒരു ഇളക്കം സംഭവിച്ചാണ് ഇതിൽ യെസ് എന്നോ എന്തെങ്കിലുമൊക്കെ എന്നിട്ട് ഇതിന്റെ മുമ്പ് ഇത് കേൾക്കണവര്, കീബോർഡുമൊക്കെ കയ്യെത്തണവര് അല്ലെങ്കിൽ മൗസ് ഉള്ളവര് എന്തായാലും ഒന്ന് കീബോർഡും ഉണ്ടാവും, അല്ലെങ്കിൽ മൗസ് കയ്യിലുണ്ടാവും. എത്തുന്നവരൊക്കെ ഒന്ന് ഒരു ഇളക്കം വരണം. വെള്ളിയാഴ്ച ആയതുകൊണ്ടാ ഈ പറഞ്ഞത്. ഇന്ന് അവിടേക്ക് ഇവിടൊക്കെ പോയിണ്ടാവും, കമ്പ്യൂട്ടർ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, റാഇനെ ഉച്ചരിക്കുമ്പോ റാ എന്ന ശബ്ദത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അത് എപ്പോഴൊക്കെയാണ്, അപ്പൊ ഏതൊക്കെ നിലക്കാവുമ്പോഴാണ് ഈ റാ എന്ന ശബ്ദം വരുന്നത് എന്നാണ് ഈ പറഞ്ഞത്. അഥവാ റാഇന് ഫത്ഹാകുന്ന സമയത്ത് സംശയം കണ്ട എപ്പോഴും തഫ്ഖീമിന്റെ ശബ്ദമായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമത്തത് പറയുന്നത് റാഇന് സുക്കൂനാവുക. റാഇന് സുക്കൂനാവുക, അതിന്റെ പുറമെ ആ റാ സുക്കൂനുള്ള റാഇന്റെ മുമ്പുള്ള അക്ഷരം ഉണ്ടാവുമല്ലോ, അതിന് ഫത്ഹാവുക. ആദ്യം ഫത്ഹാവുക റാഇന് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താണ്? രണ്ടാമത് പറഞ്ഞത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ എന്നാണ് പറയുന്നത്. ഉദാഹരണം മർയം, മർയം എന്നുള്ളത് മർയം, മർ. അപ്പൊ റാഇനെ ഫത്ഹാക്കിയിട്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളതിന്റെ മ എന്നുള്ളത് മീമിന് ഫത്ഹാണ്. അപ്പൊ മർയം എന്ന് പറയുന്നത്. മർയം പെട്ടെന്ന് പറയാൻ പറ്റുമോ? മർയം എന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഖുർആൻ എഴുതുമ്പോ മർയം ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബൈനിയ എന്ന ലിൻ ഉമർ എന്നതിലുള്ള പെട്ടതാണ് ഈ റാ. അപ്പൊ അതിൽ ബൈനിയ ഉള്ളതിൽ പെട്ടാണ് റാ. അപ്പൊ അതിന് നഅ്ബുദു എന്ന് പറഞ്ഞ മതി മർയം എന്ന് പറയണം, കുറച്ച് വലുതാക്കിയിട്ട്. അപ്പോ റാഇന് സുക്കൂനാവുമ്പോഴും അതിന് മുമ്പുള്ളതിന് ഫത്ഹാന സമയത്തും എന്താണ്? തഫ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇനി മൂന്നാമത്തതോ? മൂന്നാമത്തത് റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളതിനും സുക്കൂനാണ്. പിന്നെ പക്ഷെ ആ മുമ്പുള്ളത് എന്താണ്? യാ അല്ലാത്തതാവണം. യാ ആവുമ്പോ വിഷയം മാറും. യാ അല്ലാത്ത അക്ഷരാണ്. പിന്നെ അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹാവുക. അഥവാ ആദ്യം നമ്മൾ പറഞ്ഞത് റാഇന് ഫത്ഹാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് എന്താണ്? റാഇന് സുക്കൂന്, പിന്നെ അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ എന്നാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അത് യാ ആവാൻ പാടില്ല എന്നുള്ളത്. ഇത് റാഇന്റെ മുമ്പുള്ളത്. മനസ്സിലായില്ല? അപ്പൊ മൂന്നെണ്ണം മനസ്സിലായി. റാഇന് ഫത്ഹ, പിന്നെ രണ്ടാമത്തത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ. മൂന്നാമത്തത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. റാഇന്റെ മുമ്പുള്ളത് യാ അല്ലാത്ത അക്ഷരായിരിക്കണം എന്നുള്ളത്. ഏതുപോലെ വൽ അസ്ർ, വൽ അസ്ർ, വൽ ഫജ്ർ, വൽ ഫജ്ർ, വൽ ഫജ്ർ, വൽ അസ്ർ. മനസ്സിലായില്ലേ? വൽ അസ്ർ എന്തായി? റാഇന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂനായി, അതിന്റെ മുമ്പ് ഫത്ഹായി. ഇപ്പൊ മൂന്നവസ്ഥ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ, അതായത് നിങ്ങളുടെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എളുപ്പമുണ്ട്, ഒരു യോജിപ്പുള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. എന്താണ് ആ യോജിപ്പ്? ആദ്യം റാഇന് ഫത്ഹ എന്നാ പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? പിന്നെ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാവരും കൂടി ഒന്ന് മറ്റേനോടൊരു യോജിപ്പുള്ളതുകൊണ്ട് നമ്മളെ ബുദ്ധി ഉൾക്കൊള്ളാൻ എന്താണ് ഒരു എളുപ്പമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ യാ മൂന്നാമത്തെ പറഞ്ഞതിന് ആ റാഇന്റെ മുമ്പുള്ള യാ അല്ലാത്ത അക്ഷരം എന്നുള്ളത് അത് ഒരു വിഷയമാണ്. ഒരു ബ്രാക്കറ്റിൽ നമ്മൾ ഇട്ടാൽ മതി, നമ്മൾ ബുദ്ധിന്റെ കൽബില്. നാലാമത്തെ എന്താണ്? നാലാമത്തത് റാഇന് ദമ്മാണ് ആവശ്യം സമയത്ത്. ഫത്ഹാണ് ആദ്യം പറഞ്ഞത്. അതേപോലെ ദമ്മ്. എപ്പോ റാഇന് ദമ്മ് വന്നോ അവിടൊക്കെ എന്താ ചെയ്യേണ്ടത്? തഫ്ഖീം ആക്കാൻ വേണ്ടത്. റാഇന് ദമ്മ് വരുമ്പോ തഫ്ഖീം ആക്കുക. അപ്പോ നാലാമത്തെ അങ്ങനെ മനസ്സിലായി. ഇനി അഞ്ചാമത്തതോ?
നേരത്തെ പറഞ്ഞ അതേമാതിരി. നേരത്തെ എങ്ങനെയാ പറഞ്ഞത്? റായിന് ഫത്ഹ് എന്ന് പറഞ്ഞു, അതിന് പകരം ഇവിടെ റായിന് ദമ്മ് എന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള ഇതിന് ഫത്ഹ് എന്ന് പറഞ്ഞു. ഇനി അതേപോലെ ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെയാക്കാരം? റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ദമ്മ്. മനസ്സിലായില്ലേ? അങ്ങനെ ഫത്ഹുള്ളതിന് പറയുകയാണെങ്കിൽ ദമ്മ് ഉള്ളത് മാത്രം പറയാം. കഫറു, കഫറു ദമ്മ്, കഫറു. ഇഞ്ഞോ റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ദമ്മുള്ളതിന് ഉദാഹരണം പറയാം. ഖുർആൻ, അൽ ഖുർആൻ, അൽ ഖുർആൻ. ഖാഫിന് ദമ്മായി. മനസ്സിലായില്ലേ? ഇനിയോ, ഇനി നേരത്തെ പറഞ്ഞ മാതിരി, നേരത്തെ പറഞ്ഞു റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ് എന്ന് പറഞ്ഞ പോലെ തന്നെ റായിന് സുക്കൂന്, അതിന് മുമ്പുള്ളതിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് ദമ്മ്. അപ്പൊ ഈ 6 മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് പിന്നെ ആ യാ ഉള്ള വിഷയമാണ് ഒഴിവാക്കിയാൽ മതി. അത് വേറെ മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം. അപ്പൊ അത് മനസ്സിലായി. 6 മനസ്സിലായി. മനസ്സിലായല്ലോ? 6 മനസ്സിലായി. ഇനി പറയണ്ടല്ലോ. 6 മനസ്സിലായി. ഞാനിവിടെ ഇങ്ങനെ മുമ്പിലിരിക്കണ കുട്ടികളെ ഇരിക്കണവർക്ക് പറഞ്ഞു കൊടുക്കണമാര് ഇങ്ങനെ പറയാണ്. ഞാൻ എന്റെ ഇവിടെ മുമ്പിൽ ആരും ഇല്ലെങ്കിലും എന്റെ ഇവിടെ പ്രതീക്ഷയിൽ ഇവിടെ കമ്പ്യൂട്ടർ ഇതിൽ ആളുണ്ട് എന്നുള്ള ഇതിലാട്ടാ. അപ്പൊ അങ്ങനെ 6 ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. 6 മൂന്നെണ്ണത്തിന് എന്താണ് ഒരു യോജിപ്പുണ്ട്. പക്ഷെ അതിൽ ആ 3-മത്തേന് അതിന്റെ മുമ്പുള്ളതിന് യാ അല്ലാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കിയാൽ മതി എന്നാണ്. ഇനി എന്താണെന്നറിയോ? ഇനി റായിന് സുക്കൂൻ 7-മത്താണ് പറയാൻ പോണത്. 7-മത്താണ് പറയാൻ പോണത്. 6 പറഞ്ഞു, 7-മത്തതാണ് പറയാൻ പോണത്. ഏതാണ് 7-മത്തത്? റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് കെസ്റാവുക. എങ്ങനത്തെ കെസ്റാവ്? ആരിബായ കെസ്റ്. ആരിബായ കെസ്റ്. ആരിബായ കെസ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പുതുതായ കെസ്റ് എന്നൊക്കെ പറയുന്നത്. എന്താണ് സമയം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ ഇർജിഉ എന്നൊക്കെ പറയണ മാതിരി ഉച്ചരിക്കുമ്പോ ഇർജിഉ എന്നൊക്കെ പറയാ. അല്ലെങ്കിൽ അമിർതാബു എന്നൊക്കെ പറഞ്ഞ മാതിരി. ഏതപ്പോ ഈ പിന്നെ ഇർജിഉ എന്ന് പറയുമ്പോ അഥവാ അത് കൂട്ടിമൊഴിയുന്ന സമയത്ത് അത് പോകും. ആയുർബാധപ്പോഴാണ് ചെന്ന് ഇർജിഉ എന്നുള്ളത് അവിടെ വർജിഉ എന്ന് പറയുമ്പോ അത് പോകുന്നുണ്ടാവും. ഒരു വാവട് കൊടുത്തിട്ടുണ്ട്. അതായത് വസ്ലിന്റെ ഹംസ എന്ന് പറയും. വസ്ലിന്റെ ഹംസ. വസ്ലിന്റെ ഹംസയെന്ന് എങ്ങനെ മനസ്സിലാക്കുക? നമ്മളിപ്പോ ഇങ്ങനെ ഹംസ, ഖതയിന്റെ ഹംസ ഉണ്ട്, വസ്ലിന്റെ ഹംസ ഉണ്ട്. ഹംസ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആ ഇ ഊ എന്നൊക്കെ നമ്മൾ അൽഫല്ല ഹംസ. അത് 2 സൈസ് ഹംസ ഉണ്ട്. ഒന്നിന് വസുലിന്റെ ഹംസ, ഹംസത്തുൽ വസുൽ, പിന്നെ ഹംസത്തുൽ ഖത്തയിന്റെ ഹംസ, വസുലിന്റെ ഹംസ. ഈ വസുലിന്റെ ഹംസ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത് അതിന്റെ മുമ്പ് വാവൊക്കെ കൊടുത്തിട്ട് ഉച്ചരിക്കുമ്പോ പിന്നെ അതിനോട് കാണൂല. അപ്പൊ ഇർജിഉ എന്ന് പറയാണ്. ഇർജിഉ അവിടെ ആരുബായ കസ്റാണ് അതിന്. എന്താ കാരണം? അത് നമ്മൾ വേറെ അതിന്റെ മുമ്പ് ഒരു വാവ കൂട്ടിട്ട് ഉച്ചരിക്കാണെങ്കിൽ വഇർജിഉ എന്ന് പറയൂല, വർജിഉ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണും ഖുർആനിൽ. അപ്പൊ അവിടെ അങ്ങനത്തെ ഓർത്ത് എന്താണ് ചെയ്യേണ്ടത്? അവിടെ കസ്റാണല്ലോ, അതിന്റെ മുമ്പ് റായിന് സുക്കൂന്, അതിന്റെ മുമ്പ് കസ്റാണല്ലോ. അങ്ങനെ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ തർക്കീക്കാളിൽ ഉച്ചരിക്കല് എന്ന് കരുതിയിട്ട് എന്താ അവിടെ തർക്കീക്കാക്കിട്ട് ഇർജിഉ എന്ന് പറയണ്ട എന്നർത്ഥം. വർജിഉ എന്നാണ് അവിടെ വരിക. അപ്പൊ ഇർജിഉ എന്ന് നമ്മൾ ഒറ്റക്ക് പറയുകയാണെങ്കിൽ എന്തെന്നേക്കാരം? ഇർജിഉ എന്നേക്കാരം പറയാം. പക്ഷെ അവിടുത്തെ ഹംസ വസ്ലിന്റെ ഹംസയാണ്. എങ്ങനെയാണ് മനസ്സിലാക്കുക? എങ്ങനെയാണ് അവിടെ മനസ്സിലാക്കുക? പിന്നെ വാവട് കൊടുത്ത് ഉച്ചരിക്കുമ്പോ അവിടെ പോകും, വർജിഉ എന്നാവും. മനസ്സിലായില്ല?
അതിനകത്ത് ഇദ എന്നൊക്കെ ഉള്ളിടത്ത് വ ഇദ എന്നുള്ളത് വദ എന്ന് പറയില്ലല്ലോ. വ ഇദ ഖീല എന്നിട്ട് വ ഇദ ഇദ എന്നുള്ളിടത്ത് എന്താണ്? ഹംസ ഉണ്ട്. അതെന്താണ്? വ ഇദ എന്നല്ലാതെ വദ എന്ന് പറയും. ഓതോ ഇല്ല, അത് ഖത്ഇന്റെ ഹംസ. അതുപോലെ തന്നെ അമിർതാബു അമിർതാബു അം ഇർതാബു അമിർതാബു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ചെയ്യുക? വായന തസ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ ആരിദായ കസ്ർ എന്ന് പറയും. പിന്നുള്ളത് എട്ടാമത്തത് എന്താണ്? റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടു. അതിന്റെ മുമ്പുള്ളത് കസ്റാണ്. പക്ഷെ അതിന്റെ ശേഷം കസ്റാക്കപ്പെട്ടത് അല്ലാത്ത ഇസ്തിഅലാഇന്റെ ഹർഫ് വേണം. റാഇന് സുക്കൂനാവും, അതിന്റെ മുമ്പുള്ളത് കസ്റ് വേണം. പക്ഷെ പിന്നെയോ അതിന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫായിരിക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫ് ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞ മിർസാദ മിർസാദ. ഇനിയിപ്പോ ഒരു ഉദാഹരണങ്ങൾ കിട്ടി. മിർസാദ അല്ലെങ്കിൽ ഇർസാദ എന്ന്. അത് റാഇന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ളതിന് കസ്റായി, അതിന്റെ ശേഷമുള്ളത് സ്വാദാണ്. സ്വാദ് ഇസ്തിഅലാഇന്റെ ഹർഫാണ്. മാത്രല്ല അതിന് കസ്ർ പാടില്ല. കസ്ർ ഉള്ള അക്ഷരാണെങ്കിൽ പറ്റൂല. മനസ്സിലായില്ലേ? ഫിർഖ ഫിർഖ എന്ന് പറയാം. ഫിർഖ ഫിർഖ ഖിർതാസ് ഇർസാദ എന്നൊക്കെയുള്ള ഉദാഹരണങ്ങളെ പോലെ. മനസ്സിലായില്ലേ? അതേസമയത്ത് ഫിർഖ എന്നുള്ളത് നമുക്ക് അവിടെ കസ്ർ ഉച്ചരിച്ചു കൊടുക്കും. കുല്ലു ഫിർഖി എന്നൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഫിർഖിൻ എന്ന് പറയില്ല. അങ്ങനെ കസ്റായിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദ തഫ്ഖീമിന്റെ അവസ്ഥ പോകും നഷ്ടം. അഥവാ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് കസ്റ്, അതിന്റെ ശേഷം ആ സുക്കൂനുള്ള റാഇന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ്. ഇസ്തിഅലാഇന്റെ ഹർഫ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലുണ്ട് വരുന്നുണ്ടാവും, അത് ഖുസ്സ ബാത്തിൻ ഖിദ് എന്ന അക്ഷരങ്ങളാണ് എന്ന് വരണം. അങ്ങനെ വന്നാലുള്ളൂ ഇതിന്റെ മുമ്പുള്ള ക്ലാസ്സിലൊക്കെ നമ്മൾ ഉണ്ടായിക്കണെന്നുള്ളതിന് ഉണ്ടായിക്കണമെന്ന് നമുക്ക് തോന്നുള്ളൂ. മനസ്സിലായില്ല? ഇസ്തിഅലാഇന്റെ ഹർഫ് ഖുസ്സ ബാത്ത് നമുക്ക് വന്ന് പ്രാവശ്യം നമ്മൾ പറയണ്ടാവും. അപ്പോ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് ഉള്ള അക്ഷരത്തിന് കസ്റാണ്. അതിന്റെ ഈ സുക്കൂനുള്ള റാഇന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫാണ്. ഇസ്തിഅലാഇന്റെ ഹർഫ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഖുസ്സ ബാത്ത് എന്നതിൽപ്പെട്ട അക്ഷരങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതിന് കസ്ർ പാടില്ല. മനസ്സിലായില്ലേ? എന്താ തർഖീഖ് ഇല്ലേന്ന്? തഫ്ഖീം കഴിഞ്ഞിട്ട് എന്ത് തർഖീഖ് അല്ലേന്നോ? ഇതിപ്പോ തഫ്ഖീം ആക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്. അഥവാ തർഖീഖ് അല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ പറഞ്ഞ അപ്പൊ തർഖീഖ് ആക്കണോ ആക്കേണ്ടത് എന്നാണ്, അതാണല്ലോ ആക്കേണ്ടത് എന്നാണ് ഇപ്പൊ. അങ്ങനെയാണ് മിർസാദാന്നോ അങ്ങനെ പറയില്ലല്ലോ. അഥവാ തർഖീഖ് ആക്കുന്നത്, തഫ്ഖീം ആക്കേണ്ടത് 8 സ്ഥലം, തർഖീഖ് ആക്കേണ്ടത് 4 സ്ഥലം, രണ്ടും പറ്റുന്നത് 2 സ്ഥലം. അങ്ങനെയാണ് സംഭവം. അതിൽ തഫ്ഖീം ആക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എന്നുള്ള ആ 8 സ്ഥലം നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ 8ാമത്താണ് ഇപ്പൊ ഈ പറയണത്. റാഇന് സുക്കൂനാണ് ആയിട്ട് റാഇന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാവുക, അതിന്റെ സുക്കൂനുള്ള റാഇന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫാവുക. മാത്രമല്ല ഇസ്തിഅലാഇന്റെ ഹർഫിന് കസ്റിൽ ആവും ചെയ്യരുത്. കസ്റാക്കപ്പെട്ടത് അല്ലാത്ത ഇസ്തിഅലാഇന്റെ ഹർഫ്. അപ്പോ അവിടെ എന്ത് ചെയ്യാ? റാഇനെ തഫ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 8 കാര്യം നമ്മൾ പറഞ്ഞു. മനസ്സിലായില്ല? 8 കാര്യം നമ്മൾ പറഞ്ഞു.
അപ്പൊ അങ്ങനെ. അപ്പോ റാഇന് ഫത്ഹാവുമ്പോ റാഇനെ തസ്ലീമാക്കണം. റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ്, അപ്പോഴും റാഇനെ തസ്ലീമാക്കണം. റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളത് യാ അല്ലാത്ത അക്ഷരാവണം. റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന്, പക്ഷെ അത് യാ അല്ലാത്തതാവണം. പിന്നെ അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ്, അപ്പോഴും റാഇനെ തസ്ലീമാക്കണം. 3 മോഡൽ പറഞ്ഞു. ഒന്നും കൂടി പറയുകയാണെങ്കിൽ റാഇന് ഫത്ഹ് 1, പിന്നെ റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ് 2, റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹ് 3. പക്ഷെ അവിടെ ഒറ്റ കാര്യം, ഈ റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന് എന്ന് പറഞ്ഞത് ആ മുമ്പുള്ള സുക്കൂനുള്ളത് യാ അല്ലാത്തതാവണം. ഇനി 4-മത്തത് റാഇന് ദമ്മ് തസ്ലീമാക്കണം. അപ്പോ എപ്പോ റാഇന് ദമ്മ് എന്തായാലും തസ്ലീമാക്കണം. പിന്നെ റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് ദമ്മ്, അപ്പോഴും തസ്ലീമാക്കണം. ഖുർആൻ. പിന്നെ റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് ദമ്മ് 6. അങ്ങനെ 6 പിന്നെ റാഇന് സുക്കൂന് അതിന്റെ ശേഷം കസ്റാണ്. പക്ഷെ ആ കസ്ർ ആരിദായ കസ്റൈക്കാരം, അഥവാ അത് എപ്പോഴൊന്നും ഉണ്ടാവൂല. ഇദാ എന്ന് പറഞ്ഞ മാതിരി ഒന്നും എപ്പോഴും ഉണ്ടാവാത്ത കസ്റൈക്കാരം, അഥവാ വസ്ലിന്റെ ഹംസൈക്കാരം ഉണ്ടാവുക. വസ്ലിന്റെ ഹംസയാണ് അവിടെ വരിക. അതാണ് അത്. വേറെ അതിന്റെ മുമ്പ് വാവോ അല്ലെങ്കിൽ കൂട്ടി മൊഴിയുന്ന സമയത്തൊക്കെ അതവിടെ പോകും. ഒറ്റക്ക് പറയുമ്പോഴുള്ളൂ അത്. അവിടുന്ന് തുടങ്ങുമ്പോഴൊക്കെ ഉള്ളു ഉണ്ടാവുക അതിന് കസറിന്റെ ശബ്ദം ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ആവുമ്പോ അമീർ താബു എന്നൊക്കെ പറഞ്ഞ മാതിരി, അതേ സമയത്ത് അമീർ താബു ഇർജിഉ എന്നൊക്കെ പറഞ്ഞ മാതിരി അത് ആരിദായ കസറാണ് എന്ന് അറിയാന് ഉള്ള മാർഗം, അല്ലെ വസലിന്റെ ഹംസയാണെന്ന് അറിയാനുള്ള മാർഗം എന്താണ്? അതിന്റെ മുമ്പ് ഒരു വാവൊക്കെ പിന്നെ വാവൊക്കെ കൊടുത്ത് ഉച്ചരിക്കുമ്പോ ആ ഹംസ ഇല്ലാതാവും. അങ്ങനെയൊക്കെ മാർഗങ്ങള്. പിന്നെ 8-മത് നമ്മൾ പറഞ്ഞത് റാഇന് സുക്കൂന് അതിന്റെ മുമ്പുള്ളതിന് കസ്ർ, അതിന്റെ ആ സുക്കൂനായ റാഇന്റെ ശേഷമുള്ളത് പിന്നെ ഇസ്തിഅലാഇന്റെ ഹർഫാവണം. ഇസ്തിഅലാഇന്റെ ഹർഫായാലും പോരാ, അത് കസ്ർ അല്ലാത്ത, കസ്റാക്കപ്പെട്ടത് അല്ലാത്ത ഇസ്തിഅലാഇന്റെ ഹർഫുകളൊക്കെ ആവുക. അപ്പോഴുള്ളൂ. കസ്റാണെങ്കിൽ വിഷയം മാറി. ആ കസ്റാണെങ്കിൽ വിഷയം മാറി എന്ന് പറഞ്ഞത് അതിന്റെ ശേഷം നമ്മൾ പറയുമ്പോ നമുക്ക് മനസ്സിലാവും. ഇനി മറ്റതും കൂടിയാണ് പറഞ്ഞാൽ ഇതിന് കുറൊക്കെ വ്യക്തത വരും. എന്താണത്? തർക്കീക്കാക്കുന്നത്. തർക്കീക്കാക്ക എപ്പോഴൊക്കെയാണ്? തർക്കീക്കാക്കുന്നത് റാഇന് കസ്റാക്കപ്പെടും. നേരത്തെ നമ്മൾ പറഞ്ഞ ഫത്ഹാവുമ്പോഴും ദമ്മാവുമ്പോഴൊക്കെ എപ്പോഴും ഇതന്നെയെന്ന് പറഞ്ഞ മാതിരി തന്നെ റാഇന് കസ്റാണ് സമയത്തൊക്കെ തർക്കീക്കാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. തർക്കീക്കാക്കിയിട്ട് ഉച്ചരിക്കുക. തർക്കീക്ക് നിങ്ങൾ ഞാനിങ്ങനെ പറയുമ്പോ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരണത് ആ തർക്കീക്ക് എന്ന് പറഞ്ഞാല് അത് നമ്മൾ മലയാളത്തിലുള്ള ര എന്ന് പറഞ്ഞ ശബ്ദമല്ല, അരി എന്ന് പറയുന്ന ശബ്ദമല്ല. അറബി റാഇനെ തർക്കീക്കാക്കി ഉച്ചരിക്കുമ്പോ, കസ്ർ കൊടുത്ത് ഉച്ചരിക്കുമ്പോ മലയാളത്തിലുള്ള ആ അവസ്ഥയിൽ ഉച്ചരിക്കാൻ പാടില്ല. എന്നാ നമ്മൾ ചിലരൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിയല്ല. പിന്നെ അത് തർക്കീക്കാക്കുമ്പോഴും ആ റാഇനെ തഫ്ഹീമാക്കാൻ വേണ്ടിയിട്ട് എവിടെയാണോ നാവിന്റെ തല വെക്കുന്നത്, എങ്ങനെയാണോ ആ മഖ്റജ് നമ്മൾ കൊടുക്കുന്നത്, അഥവാ നാവിന്റെ തല വളച്ചിട്ട് മേലെ അങ്ങനെ കെട്ടിക്കുന്നത് റാ എന്ന് പറഞ്ഞ മാതിരി, അതേമാതിരി നാവിന്റെ തല കെട്ടിച്ചിട്ട് തന്നെയാണ് ഈ തർക്കീക്കാക്കുന്ന റി എന്നും പറയേണ്ടത്. പക്ഷെ റോ എന്ന് പറയുമ്പോ നാവിന്റെ കട ഒന്നിങ്ങനെ പൊന്തി നിൽക്കും, ആ തഫ്ഹീമിന്റെ ശബ്ദം വരാൻ വേണ്ടി. റോ 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 നാവിന്റെ കടഭാഗം ഒന്നുകൊണ്ട് ഉയരും, പൊന്തി കൊണ്ട് നിൽക്കും. നാവിന്റെ കടഭാഗം ഒന്നുകൊണ്ട് പൊന്തി കൊണ്ട് നിൽക്കും. നാവിന്റെ തല മേലങ്ങനെ തട്ടിച്ചും ചെയ്യുന്നുണ്ടാവും. അതേമാതിരി തർക്കീക്കാക്കി ഉച്ചരിക്കുമ്പോ കടഭാഗം പൊന്തൂല എന്നുള്ള വ്യത്യാസമുള്ളൂ. നാവിന്റെ തല ആ മേലെ തെറ്റിച്ചിട്ട് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഉച്ചരിക്കുമ്പോ എന്താവൂല മലയാളത്തിലെ അരി അരിവാൾ എന്ന് പറയുന്ന മാതിരിയല്ല വരിക. പിന്നെ റി എന്ന ശബ്ദം, ഫിർഔൻ, റിജാൽ, റിജാലല്ല, റിജാലും റിജാൽ. അപ്പോ അതിൽ ആ ശബ്ദത്തിന്
നമ്മളെന്താണ് മനസ്സിലുണ്ട് വരണം. അങ്ങനെ പറയുമ്പോ തർക്കീക്ക് എന്ന് പറയുമ്പോ മലയാളത്തിത്തെ അതല്ല എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മളെ മനസ്സിലോട് വരണം. ചുരുക്കി പറഞ്ഞാല് തർക്കീക്കാക്കുമ്പോ റായിന് കെസറാവുമ്പോ എപ്പോ കെസർ കണ്ടാലും എവിടെ കണ്ടാലും അപ്പൊ എന്ത് ചെയ്യേണ്ടത്, തർക്കീക്കാക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പൊ രി 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 അല്ലാതെ രി 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 അല്ല, അരി അരി അല്ല, അരിവാളല്ല. എങ്ങനെ രി അരി അരി അരിവാൾ എന്ന് പറഞ്ഞാൽ മതി. അരി അരിവാളല്ല, അരി രി. നാവിന്റെ തല മേലക്കോട് തട്ടണം. റോ എന്ന് ഉച്ചരിക്കാൻ വേണ്ടി എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് റി എന്നും പറയേണ്ടത്. റി എന്ന് വെച്ച് റീ ആവാനും പാടില്ല. റീ എന്നാൽ റോ എന്ന് പറഞ്ഞതിന്റെ കസർ പോലായി. റി ഫിർഔനല്ല, ഫദക്കിർ ഫദക്കിർ ഇന്ന ഫഅതി അങ്ങനല്ല, ഫദക്കിർ അല്ല, ഫദക്കിർ 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 ഷോറാക്കി പോകുന്നേക്കാൾ ഫദക്കിർ ഇല്ല, ഫദക്കിർ. നാവിന്റെ തല കൊണ്ട് വളരെ മേലക്കടുത്ത് തട്ടണം. അപ്പോഴുള്ളൂ അറബിയുള്ള ഖുർആനുള്ള ഫദക്കിർ ആവുക. അല്ലെങ്കിൽ മലയാളത്തിൽ മക്കൾ പോകും. അപ്പോ റായിന് കസ്റാവുമ്പോഴൊക്കെ തർക്കീഖാക്കണം. പിന്നുള്ളത് റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് കസ്ർ, അതിന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ് ആവാൻ പാടില്ല. ആയാൽ വിഷയം മാറും, നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോ റായിന് സുക്കൂൻ, ആദ്യം പറഞ്ഞത് റായിന് കസ്ർ, രണ്ടാമത്തത് 4 ഉള്ളത് തർക്കീഖാക്കേണ്ട അവസ്ഥ 4. ഒന്ന് റായിന് കസ്ർ, രണ്ടാമത്തത് റായിന് സുക്കൂൻ, അതിന്റെ മുമ്പുള്ളത് കസ്ർ. പക്ഷേ ആ സുക്കൂനുള്ള റായിന്റെ ശേഷമുള്ള അക്ഷരം എന്താണ്, ഇസ്തിഅലാഇന്റെ ഹർഫ് ആവാൻ പാടില്ല. ആയാൽ വിഷയം മാറും. ഫിർഔൻ 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 എന്താ വെച്ചത്, റായിന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ള കെസറായി നമ്മൾ പറഞ്ഞ മാറ്റം. അതിന്റെ സുക്കൂനുള്ള റായിന്റെ ശേഷമുള്ളത് ഐനാണ്. ഐൻ ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ടതല്ല. മനസ്സിലായില്ല? പിന്നുള്ളത് മൂന്നാമത്തത്, 2 പറഞ്ഞു. മൂന്നാമത്തത് റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂനാണ്, പക്ഷെ അത് ഇസ്തിഅലാഇന്റെ ഹർഫാവാൻ പറ്റില്ല. മനസ്സിലായില്ല? അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടത്. ഒന്നുകൂടി പറഞ്ഞാല് റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള ആ സുക്കൂനുള്ള റായിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ് പെട്ടതല്ലാത്ത സുക്കൂനുള്ള അക്ഷരം, അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടത്. തിരിയുണ്ടോ? ഹിജ്ർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഹിജ്ർ ഇവിടെ എന്താ സംഭവിച്ചത്? ഹിജ്ർ റായിന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ളതിന് സുക്കൂനായി, പക്ഷെ അത് ഇസ്തിഅലാഇന്റെ ഹർഫിൽപ്പെട്ടതല്ല. ആയാൽ ശരിയാവൂല. പിന്നെ അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടതായി. ഉദാഹരണം ഇങ്ങനെ ആടെ എഴുതിയേക്ക. ആദ്യം ഉദാഹരണം പറഞ്ഞാല് കരീം, ആദ്യത്തെ കസ്റാണതിന് ഒരു കരീം ഇട്ടു, രണ്ടാമത്തതിന് ഫിർഔൻ ഇട്ടു, മൂന്നാമത്തതിന് ഹിജ്ർ, അതുപോലെ തന്നെ സിഹിർ എന്നൊക്കെ പറഞ്ഞിട്ടു. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യാ, ഈ ഉദാഹരണത്തിനൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ വിഷയം കിട്ടും. കരീം റായിന് കസ്ർ, ഫിർഔൻ റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ള ഫായിന് കസ്ർ, അതിന്റെ ശേഷമുള്ളത് ഐന് ഇസ്തിഅലാഇന്റെ ഹർഫിൽ പെടാൻ പറ്റൂല, അത് പെട്ടിട്ടില്ല. അപ്പൊ തന്നെ സിഹിർ അല്ലെ ഹിജ്ർ റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനാണ്, ഇസ്തിഅലാഇന്റെ ഹർഫിൽ പെട്ടതല്ലാത്ത സുക്കൂൻ ഹർഫാണ്, അതിന്റെ മുമ്പുള്ളത് കസ്ർ. മനസ്സിലാവുണ്ടാവും തോന്നണേ, നിങ്ങൾ ഇതിപ്പോ ഞാനിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മുൻപരിചയത്തിന് മാത്രമേ ഇപ്പൊ ഇത് വരിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകം നോക്കിയിട്ട് പഠിക്കും വേണം. പുസ്തകം നോക്കുമ്പോ ഇങ്ങനെ ഇതും കൂടി ആവുമ്പോ രണ്ടും കൂടി ആവുമ്പോൾ എളുപ്പമാവും. അങ്ങനെ അപ്പോ മൂന്നാമത്തെ ഒന്നും കൂടി പറഞ്ഞാല്
റാഇന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫിൽ പെട്ടതല്ലാത്ത സുക്കൂനുള്ള ഹർഫാവുക. ഖുസ്സ ളാദിൻ ഖിദ് എന്ന ഇസ്തിഅലാഇന്റെ ഹർഫിൽ പെട്ടതല്ലാത്ത സുക്കൂനുള്ള അക്ഷരാവുക. പിന്നെ അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ട അക്ഷരാവുക. ഹിജ്ർ ഹിജ്ർ ഹിജർ എന്ന് പറയില്ല, ഹിജർ എന്ന് പറയില്ല, ഹിജിർ എന്നും പറയില്ല, ഹിജിർ. റാഇന്റെ തർക്കീക്കിന്റെ ആ പ്രത്യേക ശബ്ദം നമ്മൾ പ്രത്യേകം പ്രാക്ടീസ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അരി അരി എന്ന് പറയുന്ന മാതിരി ആവരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പുതിയ ആളുകൾ ആരെങ്കിലും കേൾക്കണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ നന്നാവും. ഇനി അടുത്തത് നാലാമത്തത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞതിന് തഫ്ഖീമാക്കണോട്ടുള്ളത് നമ്മൾ പറഞ്ഞതിന്. മൂന്നാമത്തെ പറയുമ്പോ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂന്, പക്ഷെ അത് യാ അല്ലാത്തതാവണം നിങ്ങൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് മനസ്സിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞല്ലോ. അതാണ് ഇപ്പൊ ആ ബ്രാക്കറ്റിൽ ഇട്ട ആ യായിനാണ് ഇപ്പൊ ഇവിടെ തർക്കിക്കിന്റെ അവിടെ കൊടുത്തിരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് പിന്നെ സുക്കൂനുള്ള യാ ആവുക. അവിടെ യാവ് പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഇവിടെ യാവ് പറ്റും. ആ യാവിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ. അതിന്റെ മുമ്പുള്ളത് എന്താവുക? ഫത്ഹ ഉള്ളതോ കസ്റാക്കപ്പെട്ടതോ ആയ അക്ഷരാവുക. ഉദാഹരണം ഖൈർ ഖൈർ ഖൈർ, ضير ഖദീർ ബഷീർ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഖൈർ റാഇന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ളത് യാ സുക്കൂനുള്ള യാ ആയി. മനസ്സിലായത്? അതിന്റെ മുമ്പുള്ളതിന് ഫത്ഹായി, ഫത്ഹുള്ള അക്ഷരായി. അവിടെ ദമ്മുള്ള അക്ഷരായ എന്താ? അങ്ങനത്തെ ഒരു അക്ഷരം ഉണ്ടാവില്ല. ഖുയ്ർ എന്ന് പറഞ്ഞിട്ട് വരൂല. കസ്റോ ഫത്ഹനെ വരുള്ളൂ, യാ അതിന്റെ ശേഷം. മനസ്സിലായില്ലേ? അവിടെ എന്താ ഫത്ഹും കസ്റും മാത്രം. അങ്ങനെ യാന്റെ മുമ്പ് ദമ്മുള്ള അക്ഷരം ഉണ്ടാ? ഇല്ല. അപ്പോ ഖൈർ ളൈർ ഖദീർ ബഷീർ, നാല് മോഡൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടി പറയണ 6 മണി വരെയാണ് ഇപ്പോൾ ഇത് പറയേണ്ട സമയം, പിന്നെയാണ് ഓതേണ്ട സമയം. അപ്പൊ ഒന്നുകൂടി പറയാ, ശരിക്കും മനസ്സിലാക്കിയാല് റാഇന് കസ്റാകുമ്പോഴൊക്കെ റീ 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 എന്നൊക്കെ പറയാം. ഫത്ഹാകുമ്പോ റോ, ദമ്മാകുമ്പോ റൂ, കസ്റാകുമ്പോ റീ റീ, മലയാളത്തിലത്തെ രീ അല്ല. പിന്നെ രണ്ടാമത്തത്, അപ്പോ റാഇന് കസ്റാകുന്ന സമയത്ത് തർക്കീഖാണ്ടാണ് ഈ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് റാഇന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടതാവുക. പിന്നെ അതിന്റെ ശേഷമുള്ളത് റാഇന് സുക്കൂനുള്ള ആ റാഇന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്തതാവുക. ഫിർഔൻ എന്ന് പറഞ്ഞാൽ മതി. ഫിർഔൻ റാഇന് സുക്കൂനാണ്, അതിന്റെ മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണ്. സുക്കൂനുള്ള റാഇന്റെ ശേഷമുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ് അല്ലാത്ത ഹർഫുമാണ്. രണ്ടാമത്തെ അങ്ങനെയാണ്. അപ്പൊ മൂന്നാമത്തതോ, നാലെണ്ണത്തിൽ മൂന്നാമത്തത് റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫല്ലാത്ത സുക്കൂനുള്ള അക്ഷരാവണം. അതിന്റെ മുമ്പുള്ളതോ കസ്റാക്കപ്പെട്ടതും ആവണം. ഹിജ്ർ എന്ന് പറഞ്ഞാൽ മതി. ഹിജ്ർ, സിഹ്ർ എന്നൊക്കെ പറഞ്ഞാൽ മതി. സിഹ്ർ, ഹിജ്ർ, സിഹ്ർ, ഹിജ്ർ, സിഹ്ർ രണ്ടും. ഹിജ്ർ എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ എളുപ്പം, കാരണം ഹി എന്ന് കഴിഞ്ഞാൽ ജീമിന് ഖൽഖലത്ത. അപ്പൊ ഹിജ്ർ ഉസാറായിട്ട് പറയാം. സിഹ്ർ അത് പറയണതിൽ എന്താണ് കുറച്ച് ശ്രമിക്കണം. എങ്ങനെയാ അറിയോ? ഹ റഹാബത്ത് എന്നുള്ള സിഫത്താണ്. ലിനുമർ ബൈനിയൻ. അപ്പൊ സിഹ്ർ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഇനെ ഖൽഖലത്തായി. അപ്പൊ അസ്സിഹ്ർ അസ്സിഹ്ർ
എന്നിട്ട് പറയാ. അപ്പൊ ഹഹാവത്തായിട്ട് ഇങ്ങനെ വന്നു. എന്നിട്ട് അതിന്റെ ഇങ്ങനെ അവസാനിക്കലോട് കൂടി റായിനെ പറയാം. അങ്ങനെ പറയാൻ പറ്റൂല. അപ്പൊ അതതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞതാണ്. ഇനി നാലാമത്തത് റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനാണ്. അങ്ങനെ റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആവുക. റായിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആവുക. ആ ഇതിന്റെ മുമ്പുള്ളത് കിസ്റാക്കപ്പെട്ടതോ ഫത്ഹാക്കപ്പെട്ടതോ ആവുക. കിസ്റാക്കപ്പെട്ടതോ ഫത്ഹാക്കപ്പെട്ടതോ ആവുക. ഖൈർ റായിന് സുക്കൂനായി, അതിന്റെ മുമ്പുള്ളത് യാ സുക്കൂനുള്ള യാ വന്നു, അതിന്റെ മുമ്പുള്ളത് ഫത്ഹാക്കപ്പെട്ട അക്ഷരായി. ഖദീർ എന്ന് പറയുമ്പോ എന്തായി? റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള യാ ആയി, അതിന്റെ മുമ്പ് കസ്റാക്കപ്പെട്ടതുമായി. ബഷീർ എന്ന് പറയുന്നത് പോലെ. അപ്പോ ഇതിങ്ങനെ ശരിക്ക് അപ്പൊ എന്താ പറഞ്ഞാലേ ഇത് ശരിക്ക് പഠിക്കണം, ശരിക്ക് പഠിക്കണം. അല്ലെങ്കിൽ എന്താണ് തെർക്കീക്കിന്റെ ശരിക്കും മനസ്സിലാക്കുക. അത് തെർക്കീക്കിന്റെ ശരിക്കും മനസ്സിലാക്കിയാല്, നാലെണ്ണം മനസ്സിലാക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ എടുത്ത് എന്ത് ചെയ്യാം? ഇതല്ലാത്തത് അത്, ഇത് അല്ലാത്തത് അത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അങ്ങനെങ്കിലും ആവുക. അതിൽക്കും നല്ല ഒക്കെ പഠിക്കുന്ന നല്ലത്, അത് വേറെ വിഷയം. നേലോട് എന്ത് ചെയ്യാൻ പറ്റുക? ആരെയും ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരാരുടെ കാര്യം നടന്നേ വരുള്ളൂ. ഇനി എന്താണ്? രണ്ടെണ്ണം ഉണ്ട്. അതെന്താണ്? രണ്ടും പറ്റുന്ന സൈസാണ്, രണ്ടും പറ്റുന്ന ഒരവസ്ഥ. അതായത് തർക്കീക്കും ആക്കാം, തഫ്ഹീമും ആക്കാം. അതേതാണ്? റാ സുക്കൂനായി, റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് കെസ്റാക്കപ്പെട്ടത് തന്നെയാണ്. മനസ്സിലായില്ലേ? റായിന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് കെസ്റാക്കപ്പെട്ടത്. അതിന്റെ ശേഷമുള്ളത് കെസ്റാക്കപ്പെട്ട ഇസ്തിഅലാഇന്റെ ഹർഫ. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുമ്പ് കെസ്റാക്കപ്പെട്ട ഇസ്തിഅലാഇന്റെ അല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് തർക്കീഖാക്കണോട്ട്. മൂന്നാമത്തെ നമ്മൾ റായിന് സുക്കൂനാവുക, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ളതാവുക. എങ്ങനത്തെ സുക്കൂനുള്ളത്? ഇസ്തിഅലാഇന്റെ ഹർഫല്ലാത്ത എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇവിടെ റായിന് സുക്കൂന് ആവുക, അതിന്റെ മുമ്പുള്ളത് കെസ്റാക്കപ്പെട്ടതാവുക. പക്ഷെ ഈ സുക്കൂനുള്ള റായിന്റെ ശേഷമുള്ളത് കെസ്റാക്കപ്പെട്ട ഇസ്തിഅലാഇന്റെ ഹർഫ് ആവുക. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം എന്ന് ഖുർആനിൽ കാണാം. ഫകാന കുല്ലു ഫിർഖിൻ, ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. അവിടെ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം എന്നോതാം. അതുപോലെ എങ്ങനെയോതാ? فكان كل فرق كالطود العظيم എന്നും ഓതാം. അത് രണ്ടും പറ്റുന്ന. ആ സമയത്ത് അവിടെ നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിലോ, വഖഫ് ചെയ്താൽ വിഷയമാവും. അപ്പൊ അവിടെ കെസ്ർ എന്നുള്ള ആവശ്യം അത് പോയി. കെസ്ർ എന്നുള്ള കെസ്റാക്കപ്പെട്ടതാവുക എന്നുള്ള അവസ്ഥ മാറും. അപ്പൊ പിന്നെ രണ്ടും ചെയ്യാൻ പറ്റൂല. കൂട്ടി വഖഫ് ചെയ്യുന്ന സമയത്ത് അവിടെ തഫ്സീമാണ് വരിക. എങ്ങനെ? ഫകാന കുല്ലു ഫിർഖ്, ഫകാന കുല്ലു ഫിർഖ്. നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ തഫ്സീമാവും. കൂട്ടി ഓതുകയാണെങ്കിൽ
ഫിർഖിൻ എന്നും പറ്റും, രണ്ടും പറ്റും. ഇനി രണ്ടാമത്തെ റാഇന് സുക്കൂനാണ്. ഈ ആയത്ത് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ, ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം എന്നുള്ളോട്ട് കൂട്ടി ഓതുന്ന സമയത്ത് ഫിർഖിൻ എന്നും പറയാം, ഫിർഖിൻ എന്നും ഓതാം. രണ്ടും പറ്റും എന്നർത്ഥം. ഇങ്ങനെ രണ്ടും പറ്റുന്നത് രണ്ടാമത്തതാണ് ഇനി പറയാൻ പോണത്. ഏതാണത്? റാഇന് സുക്കൂനാണ്. അതിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫാണ്, സുക്കൂനുള്ള ഇസ്തിഅലാഇന്റെ ഹർഫ്. അതിന്റെ മുമ്പുള്ളത് കസ്റാക്കപ്പെട്ടത്. ഒന്നും കൂടി പറയാ, റാഇന് സുക്കൂന്. നമ്മളെ മനസ്സിൽ വന്നല്ലോ റാഇന് സുക്കൂന്. ഇനി അതിന്റെ ആ സുക്കൂനിലെ റാഇന്റെ മുമ്പുള്ളത് എന്താണ്? സുക്കൂനുള്ള ഇസ്തിഅലാഇന്റെ ഹർഫ്. മനസ്സിൽ വന്നല്ലോ. അപ്പൊ റാഇന് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് ഇസ്തിഅലാഇന്റെ ഹർഫ്, ഹുസ്സബാത്തിൻ എന്നതിൽപ്പെട്ട ഒരു അക്ഷരം, അതിനും സുക്കൂന് വന്നു. അപ്പോ പിന്നെ അതിന്റെ മുമ്പുള്ളത് സുക്കൂന്, അതിന്റെ മുമ്പുള്ളത് സുക്കൂനുള്ള ഇസ്തിഅലാഇന്റെ ഹർഫ്. ഇനി അതിന്റെ മുമ്പുള്ള ഒരു അക്ഷരം ഉണ്ടാവും, അതിന് കസ്റും ആവണം. അങ്ങനെ വരുമ്പോഴും എന്താണ് രണ്ടും പറ്റും. ഏതുപോലെ? മിസ്റോ എങ്ങനെ മിസ്ർ എന്നുള്ള ഓതുമ്പോ പറയാ? മിസ്റോ എന്നുള്ള സ്വാദ് ഒന്നുകൊണ്ട് വലുതാണോ? എങ്ങനെ? മിസ്റോ. എന്തിനാണ് കുറച്ച് ഒന്ന് പറഞ്ഞേക്കാളും വലുതാണോ? നമ്മളൊക്കെ സാധാരണ ഓതുമ്പോ എങ്ങനെ ഉണ്ടാവല്? നമ്മൾ ഓതുമ്പോ സ്വാദ് പെട്ടെന്ന് കഴിയും, റായിനാ പിന്നെയും കുറച്ച്, അങ്ങനെ പറ്റൂല. മിസ്റോ. അവിടെ മിസ്റും മിസ്ർ രണ്ടും പറ്റും. മിസ്ർ രണ്ടും പറ്റും. അതുപോലെ തന്നെ ഖിത്തറോ എന്നും പറ്റും, ഖിത്തർ എന്നും പറ്റും. ഇങ്ങനെ ഇപ്പി പറഞ്ഞ നേരത്തെ പറഞ്ഞ കൂട്ടി ഓതുമ്പോന്നാ പറഞ്ഞല്ലേ, ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം എന്ന് നമ്മൾ പറഞ്ഞത്. ആ രണ്ടു പറ്റുന്നത് കൂട്ടി ഓതുമ്പോഴാണ്, വഖഫ് ചെയ്യുമ്പോ പറ്റൂല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് വഖഫ് ചെയ്യുന്ന അവസരത്തിലാണ്. കൂട്ടി ഓതുമ്പോ സംഭവം മാറും. മനസ്സിലായില്ലേ? മിസ്റോ, പിന്നെ ഖിത്തറോ. ഇനി അവിടെ വേറൊന്നുണ്ട്, ഒരു സംഭവമുണ്ട്. ഇവിടെ രണ്ടും പറ്റുന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണേ, മിസ്റു ഖിത്തറു എന്ന് രണ്ടും പറ്റുന്നുണ്ടല്ലോ. രണ്ടും പറ്റുന്ന നമ്മൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വഖഫ് ചെയ്യുന്ന സമയത്ത് മിസ്റു ഖിത്തറു എന്നുള്ളത് റാഇന് തഫ്ഖീമാക്കിയിട്ടും തർഖീഖാക്കിയിട്ടും ഉച്ചരിക്കാ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നമ്മൾ തന്നെ പിന്നെയും പറയാൻ പോവാണെന്ത്? അത് വഖഫ് ചെയ്യുന്ന സമയത്താണെന്ന് നമ്മൾ പറഞ്ഞു. വഖഫ് ചെയ്യുന്ന സമയത്താണെന്ന് പറയുമ്പോ പിന്നെ കൂട്ടി ഓതുമ്പോ പറ്റൂല എന്ന് പറഞ്ഞു. എന്നാല് ഈ മിസ്റോ ഖിത്തറോ, ഇവിടെ മിസ്റോ എന്നുള്ളത് രണ്ടും പറ്റെങ്കിലും മിസ്റോ എന്നുള്ളത് എന്താക്കുക? തഫ്ഖീമാക്കിയിട്ട് ഉച്ചരിക്കുകയാണ് നല്ലത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണ് അങ്ങനെ കണ്ടുപിടിക്കാൻ കാരണം? മിസ്റ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തഫ്ഖീമാക്കി തന്നെ ഉച്ചരിക്കുക. മിസ്റ എന്ന് പറഞ്ഞ് തഫ്ഖീമാക്കി തന്നെയാണ് ഉച്ചരിക്കൽ. വഖഫ് ചെയ്യാതെ ഓതുകയാണെങ്കിൽ നമ്മൾ തഫ്ഖീമാക്കിയിട്ടാണ് ഉച്ചരിക്കുക. അതുകൊള്ള നോക്കിയിട്ട് ഇതിന് അങ്ങനത്തെ ഒരു മുൻഗണന ഉണ്ട്. ഏത്? രണ്ടും പറ്റെങ്കിലും തഫ്ഖീമാക്കിയിട്ട് ഉച്ചരിക്കുക എന്നൊരു മുൻഗണന അതിനുണ്ട്. തിരിഞ്ഞു. അവിടെ വരല് എങ്ങനെ? തർക്കീക്കാക്കിയിട്ടാണ് കൂട്ടി ഓതുമ്പോ വരല്. അതുകൊണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാ? ഇത് ഖിത്തർ എന്നും പറയാ. അങ്ങനെ ഒരു വകുപ്പുണ്ട്. ഇപ്പൊ നമ്മളിത് രണ്ട് പറഞ്ഞത് വഖഫ് ചെയ്യുന്ന സമയത്താണ് പറഞ്ഞത്. ഇനിയോ കൂട്ടി ഓതുന്ന സമയത്ത് അപ്പൊ അതന്നെ
മിസ്റു എന്നുള്ളത് കൂട്ടി ഓതുന്ന സമയം വഖഫ് ചെയ്യുന്ന സമയത്താണ് രണ്ടും പറയല്, രണ്ടും പറ്റുന്നത്. ആ സമയത്ത് കൂട്ടി ഓതുമ്പോ മിസ്റ എന്ന നോക്കിയിട്ട് മിസ്റ അവിടെ തഫ്സീമാക്കിയിട്ടാണ് ഉച്ചരിക്കുക. അതുകൊള്ള നോക്കിയിട്ട് അതിനെ മിസ്റു എന്ന് തഫ്സീമാക്കിയിട്ട് പറയാ. എന്നാണ് ഖിത്രി എന്നുള്ളത് കൊള്ള നോക്കിയിട്ട് പിന്നെ കൂട്ടി ഓതുമ്പോ അതുകൊള്ള നോക്കിയിട്ട് അതിനെ മുറക്കൊക്കെ തഖീഖാക്കിയിട്ടും ഉച്ചരിക്കുക എന്നൊരു സംഭവം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? റാഇനെ തഫ്സീമാക്കണ 8 സ്ഥലങ്ങൾ പറഞ്ഞു, തർക്കീഖാക്കണ 4 സ്ഥലം പറഞ്ഞു, രണ്ടും പറ്റണ 2 സ്ഥലം പറഞ്ഞു. ആ രണ്ടും പറ്റുന്നോട്ട് ഇന്ന അവസ്ഥകളിലൊക്കെ ഇന്നതാണ് നല്ലത്, ഇന്ന അവസ്ഥയിലൊക്കെ ഇന്നതാണ് നല്ലത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മിസ്റു എന്ന് തഫ്സീമും തർക്കീഖും പറ്റും. പക്ഷേ മിസ്റ എന്ന് പറയുമ്പോൾ തഫ്സീമാണ് ആക്കിയിട്ടാണ് ഉച്ചരിക്കുക. അതുകൊള്ള നോക്കിയിട്ട് മിസ്റു എന്ന് തഫ്സീമാക്കിയിട്ട് ഉച്ചരിക്കുക. ഖിത്രി എന്നുള്ളത് കൂട്ടി ഓതുന്ന സമയത്ത് അവിടെ തർക്കീഖായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊള്ള നോക്കിയിട്ട് വഖഫ് ചെയ്യുമ്പോഴും അവിടെ തർക്കീഖാക്കിയിട്ട് ഉച്ചരിക്കലാണ്. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. തഫ്സീമിന്റെ കാര്യത്തിൽ, റാഇന്റെ തഫ്സീമിന്റെ കാര്യത്തിൽ പറയാനുള്ള കാര്യം അതാണ്. ഇതിലും കൂടുതലൊക്കെ ഒരുപാട് പറയാനൊക്കെ ഉണ്ടാവും. നമ്മക്കിപ്പോ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടിയാൽ തന്നെ വലിയ കാര്യം അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ തന്നെയാണ്. എന്നെ പോലുള്ളവർക്കൊക്കെ ഇത് കിട്ടിയാൽ തന്നെ വലുതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശരിക്കും ഉൾക്കൊള്ളുക, മനസ്സിലാക്കിയിട്ട് ഓതുമ്പോ ഇങ്ങനെ ആവണമെന്നുള്ളവർക്ക് വലിയ വിഷയം. ഖുർആൻ ഓതുന്ന സമയത്ത് തഫ്സീമാക്കേണ്ടടുത്തൊക്കെ തഫ്സീമാക്കിയിട്ടും തർക്കീഖാക്കേണ്ടടുത്തൊക്കെ തർക്കീഖാക്കിയിട്ടുമാണ് ഉച്ചരിക്കേണ്ടത്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അപ്പോഴാണ് അങ്ങനൊക്കെ ഉച്ചരിക്കുമ്പോഴാണ് എന്താവുക? ഒരു ഹർഫ് ഉച്ചരിച്ചാൽ 10 ഹസനത്ത് എന്ന് പറയണ ആ എന്താണ് മനസ്സിലായില്ല? അതിന് എങ്ങനെയെങ്കിലും തോന്നണ മാതിരി പറഞ്ഞാൽ മതിയാവില്ല, തോന്നണ മാതിരി ഉച്ചരിച്ചാ പോരാ. അങ്ങനെ ആ കൂലിയാണ് കിട്ടണമെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കേൾപ്പിച്ച് എങ്ങനെയാണോ അങ്ങനെ ഓതണം. അതാണ് ഖുർആൻ. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഓതാൻ പഠിക്കാനുള്ള സാഹചര്യങ്ങളും അങ്ങനെ അത് നമ്മൾക്ക് എന്തായുണ്ട്? പരമ്പരയായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. യാതൊരു വ്യത്യാസമില്ലാതെ കിട്ടിയിരിക്കണമെന്നാണ്, യാതൊരു വ്യത്യാസമില്ലാതെ. അതാണല്ലോ ലോകത്തിന്റെ ഏത് ഭാഗത്തും, അറബികളാകട്ടെ അജമികളാകട്ടെ, ഏത് ഭാഷ സംസാരിക്കണം ആരായാലും. ഇപ്പൊ നിങ്ങള് ദുബായ് ഖുർആൻ മത്സരങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ട് ഒന്ന് ഓതുന്നുണ്ട്, നല്ല ഓതിയുണ്ട്. യു കെ ആ എന്താ ഓത്ത്, എന്തൊരു ഉഷാർ ഓത്താണ്. കുറച്ചൊക്കെ തെറ്റി, എന്നാലും നല്ല ഓത്താണ്. ആ ഓതുന്ന ആളും ഹോ ഹോ എന്നാണ്, അത് ഹ എന്ന് പറയുന്നത്. കോഫിനെ പറയുമ്പോ കോ എന്ന് തന്നെ പറയുന്നത്, കാനോ ആവണില്ല. ബിസ്മി എന്ന് പറയുമ്പോ ബി എന്ന് തന്നെയാണ് കേൾക്കുന്നത്, അല്ലെ ബസ്മി എന്നൊന്നും ആവണില്ല. ഒരു ഹർഫിനും മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. എന്നാലോ ഇത് ലോകത്തുള്ള വിവിധ ഭാഗത്തിൽ വിവിധ ഭാഷ സംസാരിക്കുന്നവര്, അവരൊക്കെ ഖുർആനിന് മറിച്ച് അതിന് ഓതുമ്പോഴോ ഈ ലോകത്തുള്ള എല്ലാ ആളുകളും ഒരൊറ്റ മോഡല്, ഒരൊറ്റ അവസ്ഥ, ഒരൊറ്റ രീതി. അതാണ് എന്റെ പ്രത്യേകത. മനസ്സിലായി? അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓതേണ്ടത്. മാറ്റം വരുത്താൻ പാടില്ല. മാറ്റം വരുത്തിൻ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മാറ്റം വരുത്തൽ പല സൈസിലുള്ള മാറ്റം വരുത്തലുണ്ട്. പടച്ചന്റെ ഒക്കെ കുറ്റം കിട്ടണ മാറ്റം വരുത്തലുണ്ട്. അതാണ് മഖ്റജ് വിട്ടുകളിക്കല്. പിന്നെ അതിന്റെ സിഫത്തുകളൊക്കെ, ചില സിഫത്തുകള് ഖഫിയായ പിഴവ്, ജലിയായ പിഴവ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. അത് സിഫത്തുകളൊക്കെ മാറ്റം വരുത്തുമ്പോ അസ എന്നുള്ളത് അസ പറയാം, അസ എന്നുള്ളതിന് അസ ആവും, അസ എന്നുള്ളതിന് അസ എന്നാവും. ഇങ്ങനെയുള്ളതൊക്കെ വലിയ വലിയ വിഷയമാണ്. ഏറാബ് തെറ്റാൻ പാടില്ല, അതും വലിയ വിഷയം തന്നെയാണ്. അതേ സമയത്ത് ഒരു മദ്, 5 അർക്കത്തിന്റെ മദ് കുറച്ച് എന്നാണ് പറഞ്ഞുകൊണ്ട് എന്ന് ഓതണ്ടിയിരുന്നു. അത് ഈ മദ് മുത്തസിലിന് ഇത്ര നീട്ടം അതിന് മദ് ചെയ്യണം എന്നുള്ളത് ഇത്തിഫാക്കായ കാര്യമാണ്, നിർബന്ധമാണ്. മദ് വാജിദ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോ അത് നമ്മൾ കുറച്ച് കുറഞ്ഞു എന്ന് വെച്ചിട്ട് എന്തായില്ല, നിശ്ചയുള്ളവരെ ശരിക്കും ശ്രദ്ധിക്കാതെ ഓതല് അത് ഒരു പോരായ്മ തന്നെയാണ്.
നമ്മൾ വേണ്ടമാതിരി പരിഗണിച്ചില്ല എന്നുള്ള ആ പോരായ്മ ഉണ്ട്. അതേ സമയത്ത് പൊതു സാഹചര്യമൊന്നും അങ്ങനെ ഓതാൻ പാടില്ല എന്നാണ്. ഒരാൾ പൊതു സ്റ്റേജിലൊക്കെ ഓതുക, അപ്പോഴൊന്നും ഇങ്ങനെ ഓതാം. അപ്പൊ ആ നിയമം അനുസരിച്ചിട്ടേ ഓതാൻ പാടുള്ളൂ. അങ്ങനെ ഓതാൻ സാധിക്കുന്നവർക്ക് അവിടെ ഓതാൻ പാടും, അല്ലാത്തൊരു ഓതാൻ പാടില്ല. പിന്നെ പഠിച്ചിരിക്കുന്നവരൊക്കെ നമ്മളെ റൂമിലൊക്കെ ഓതലൊക്കെ ഖത്മുൽ ഖുർആനൊക്കെ ഓതുമ്പോ നമ്മളെ മനസ്സിലൊന്ന് വേണം എന്ത്, അത് ഞാനിവിടെ ഓതുന്നത് എന്താണ്, എനിക്ക് തെറ്റുണ്ടായാൽ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു ചിന്തയിലൂടെ ആയിരിക്കണം ഓതേണ്ടത്. അല്ലാതെ ഖത്മുൽ ഖുർആൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിലൊരു 2 പേജ് ഓതിയിട്ട് ഇന്റെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ എന്താണ്, അപ്പോ നല്ലപോലെ ഓതാതിനൊക്കെ പാടുള്ളൂ, അല്ലെങ്കിൽ കുറ്റം കിട്ടും. കാരണം എന്താണത് പലരും ശ്രദ്ധിക്കാൻ, മനസ്സിലായില്ലേ? കാരണം ഇവന് ഓതുന്നത് മറ്റൊരാൾ കേട്ട് പഠിക്കും എന്ന അവസ്ഥയിലാകുമ്പോ എന്താണ്, നമ്മൾ പിന്നെ അത് ശരിക്കലാണല്ലോ. അല്ലെ ഇപ്പൊ നമ്മളെന്തായി ഫിസ്സമായി എന്ന് പറഞ്ഞു, മറ്റാളും ഫിസ്സമായി എന്ന് പറഞ്ഞു, അത് പാടില്ല. കാരണം ഫിസ്സമാ അത് അതിൻ്റെതായ അവസ്ഥയിൽ നീട്ടിയിട്ട് തന്നെയാണ് റസൂലുള്ളാഹി ഓതിയിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന് എതിര് ചെയ്യലാണ്, അത് പാടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഒരു ഹർഫ് ഉച്ചരിക്കാൻ ഒരാൾക്ക് എത്ര ശ്രമിച്ചിട്ടും സാധിക്കണില്ല, അയാൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഓതിക്കോട്ടെ, ഇക്രമാതിരി. അപ്പൊ അതിൽ പെട്ടതാണ്. ഇപ്പൊ റബ്ബല്ലാഹു മസല എന്നൊക്കെ ഒരാൾ ഓതുകയാണെങ്കിൽ അത് അതിൽ പെട്ടതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഓതാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ആള് വേറെ ആളെ പഠിപ്പിക്കാനോ പൊതു സ്റ്റേജിൽ ഓതാനോ ഒന്നും പാടില്ല, സ്വന്തം ഇരുന്ന് ഓതാം. അങ്ങനെ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പഠിക്കാണ്ട്, ഇവിടെ ഒന്നും കൊണ്ടൊന്നും ഒതുങ്ങുന്നതൊന്നല്ല. ഓരോന്നും ഇപ്പൊ ഈ അവിടൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയണം. ഏത് ഈ ഇഖ്ഫ, അതുപോലെ തന്നെ അങ്ങനത്തോട്ടൊക്കെ ഇഖ്ഫ ചെയ്യുന്ന, തഫ്ഹീമല്ല ഇഖ്ഫ. അതുപോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന, അവിടൊക്കെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, ഇൻഷാ അല്ലാഹ് ഒക്കെ നമുക്ക് പഠിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മള് ഒരു ഇഖ്ഫ, ഇദ്ഗാം ബിഗുന്ന, ബിലാ ഗുന്ന എന്ന അമ്മ അന്ന എന്നിടത്തൊക്കെ അങ്ങനെയാണ്. ഇൻഷാ എന്നിടത്ത് അങ്ങനെയാണ്. ആക്കെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അങ്ങനെയാണ്. അവിടൊക്കെ ഇനിയും കുറെ പഠിക്കാണ്ട് ഇൻഷാ അല്ലാഹ് പഠിക്കണം. പരസ്പരം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് പഠിക്കാൻ. അക്കൂട്ടത്തിൽ ഒരാൾ ഞാൻ എന്നാണ് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ടുള്ള ഒരു പഠിക്കല്, മനസ്സിലായില്ലേ? അത് എല്ലാരും ഇങ്ങനെ മൈക്കെടുക്കണം, അതിന്റെ ഇടയിൽ മൈക്കെടുക്കാനുള്ള ഒരാൾ ഞാനെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ പാരായണം ചെയ്തിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ, സ്വർഗത്തിലൊക്കെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആനോട് ഓതാൻ പറയുന്ന, ഖുർആൻ ഓതാൻ പറയാം. ദുനിയാവിൽ ഓതിന്നല്ല ഉഷാറാക്കിയിട്ട്, അങ്ങനെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഓതിയെന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ ഈ കോലത്തിലൊക്കെ ഓതിയപ്പോ എന്തേക്കാര സ്ഥിതി, നമുക്കും വേണ്ട സ്വർഗത്ത് കിടക്കാം. അപ്പോ നല്ല നിലക്ക് ഓതാൻ പഠിക്കല. അപ്പൊ അതൊക്കെ നമ്മളൊരു സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ത്, ഖുർആൻ ഉഷാറാക്കി ഓതുക എന്നുള്ളത്. നമ്മളത് തീരുമാനിക്കുക, നമ്മൾ സ്വർഗത്തിൽ കടക്കുന്ന ഉറപ്പിക്കുക ഇൻഷാ അല്ലാഹ്. കുറച്ചൊന്ന് ദിവസത്തേക്ക് ഇൻഷാ അല്ലാഹ് നമ്മളതിനൊക്കെ തന്നെയല്ല ഇപ്പൊ ഈ ഇടങ്ങറായി നോമ്പ് ഒലിക്കണത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റവർക്കും എന്താ വല്ല പ്രശ്നമുണ്ടാവും. അപ്പൊ വെറുതെ വിടൊന്നുമില്ല, പഠിച്ചം വെറുതാക്കൊന്നുമില്ലല്ലോ. ഏതായാലും നമ്മളിപ്പോ അങ്ങനെ ഒരു എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കാര്യം നടക്കുന്ന, പിന്നെ അതില് അവിടെ എത്തിപ്പെട്ടാലുള്ള ഒരു കാര്യമാണ് ഖുർആന് പിന്നെ ഓതുക എന്നുള്ളത്. പഠിച്ചാണ് ഓതാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഉഷാറായിട്ട് ഓതി പഠിപ്പിക്കണ്ടേ? അങ്ങനെയൊക്കെ നല്ല ഉഷാറിൽ ഓതുമ്പോഴാണ് ഖുർആൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക, നന്മയായി സാക്ഷി നിൽക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇതിനെ ഒന്ന് ഉഷാറാണെന്ന് റെഡിയാവണമെന്ന് ശടകുടഞ്ഞ് എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. നമ്മളെ ജീവിതത്തിൽ എത്ര വയസ്സായാലും ശരി, ഇപ്പൊ അബ്ദുള്ളൊക്കെ കണ്ടില്ലേ, ശ്രമിക്കണ് അങ്ങനെയൊക്കെ ശ്രമിച്ചവർ പലരും ഉണ്ടായിട്ടുണ്ട്. ഹനീഫക്കാനൊന്നും ഇപ്പൊ കാണലില്ല എന്ന് മാത്രം. നല്ല ഉഷാറായി ഓതിയ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു ചെറിയ ഭാഗമെങ്കിലും നമ്മൾ ഓരോന്നിനും നമ്മൾ നിശ്ചിത ടൈമുകൾ കണക്കാക്കിയിട്ടുണ്ട്. ജോലിക്ക് പോകാൻ എത്ര ടൈം, അങ്ങനെയൊക്കെയുള്ള ടൈം ഉണ്ടല്ലോ. അതേപോലെ ഒരു ദിവസം ഒരു നിശ്ചിത ടൈം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കണം.
ഒരു 11 തവണ മനസ്സിലായോ? ഇങ്ങനെ ചിന്തിച്ചാലും ഒരു വലിയ വിഷയമാണ് ഇത്. ഖുർആൻ ശരിക്ക് അറിയാതിരിക്കാൻ ഒരു പരിധി വരെ ഈ മലയാളികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പോരായ്മ വലിയായിട്ടുണ്ട്. ഏതായാലും നമുക്കിനി ഓതാം. കഴിഞ്ഞു തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങൾ എല്ലാ നല്ല കാര്യങ്ങൾക്കുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മൈക്കെടുക്കുക. മുതുവാടൻ അടണ്ടാവും വിചാരിക്കുന്നു. അഹമ്മദ് ഉണ്ടാവും വിചാരിക്കുന്നു. അബ്ദുള്ളക്ക് ഉണ്ടാവും. ഷിദ്റ ഉണ്ട്. ഓരോരുത്തര് മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ألم يجدك يتيما فآوى. ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. صدق الله العظيم. السلام عليكم. വഅലൈക്കും അസ്സലാം. സൂറത്തുൽ ഫാത്തിഹയിലെ നഅബുദു എന്നുള്ളത് ആ ഓത്തിനോട് അനുസരിച്ചിട്ടുള്ള ഒരു ഐനായിട്ടില്ല. എന്നാൽ ബിനിഅമതി റബ്ബിക ഫഹദിസ് എന്നുള്ളത് അങ്ങനെ ഉഷാറായിക്കണം. അതേമാതിരി ഉണ്ടാവുക നഅബുദു എന്നുള്ളതും ഓതുക. ബിനിഅമതി റബ്ബിക എന്നുള്ളത് അഹ്മദിന്റെ ഓത്തിനോട് യോജിപ്പിച്ചിട്ടുള്ള ഒരു ഐന സുക്കൂനുള്ള ഐനായിട്ടുണ്ട്. ആ ഒരു യോജിപ്പ് നഅബുദു എന്ന സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ അഹ്മദ് ശ്രദ്ധിക്കേണ്ടത് വാവ് പറയുമ്പോ വാവിന് തഫ്ഖീമിന്റെ ശബ്ദം വരാൻ പാടില്ല. ഇപ്പോ വദ്ദുഹ എന്ന് പറഞ്ഞപ്പോ ആ വാവ് പറയുമ്പോ എങ്ങനെ കേട്ടോ ഒരു ഓ ശബ്ദമൊക്കെ വരണമാതിരി തോന്നിയിട്ടുണ്ട്.
അപ്പൊ ആ വാവ് പറയുമ്പോ തഫ്ഹീമിന്റെ ശബ്ദം വരാൻ പാടില്ലല്ലോ. എന്നാലോ വാവ് പറയുമ്പോ ശരിക്കും ചുണ്ട് മുന്നേക്ക് കൂർപ്പിച്ചിട്ട് വാ വാ വല്ലൈലി വദ്ദുഹ വദ്ദുഹ തഫ്ഹീമിന്റെ ശബ്ദം വരരുത്. അങ്ങനെ ഒരു വരവ് ഉണ്ടാകുന്നുണ്ട്. തഫ്ഹീമിന്റെ ശബ്ദം വരിക എന്ന് പറഞ്ഞാൽ അതിൽക്കും മുകളിൽ ഒരു ഓക്കാരൊക്കെ വരും, ഓ മോഡലൊക്കെ ആവുക. അങ്ങനെ അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. പിന്നെ ആവുന്നുണ്ട് വലസൗഫ അത് ഒരു ക്യാ ശബ്ദം വന്നു, ശ്രദ്ധിക്ക എന്ന് പറഞ്ഞാൽ മതി. ശ്രദ്ധിക്കില്ലെങ്കിൽ യജിദിക ആവും. അങ്ങനെ ഉണ്ടല്ലോ ചില ഈ രാജ്യക്കാരൊക്കെ ഓതുമ്പോ നമുക്ക് കേൾക്കാം. ഖൽഖലത്തിന്റെ ഹർഫിന്റെ അതിന്റെ മുമ്പുള്ളതോ അല്ലെ അതിന്റെ ശേഷമുള്ളതോ ഏത് അക്ഷരാണോ അതിനോട് യോജിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവും. അതിന്റെ മുമ്പുള്ളത് ഫത്ഹയാണെങ്കിൽ ഈ ദാലിന് പറയുന്നത് ഒരു ഫത്ഹാണോ എന്ന് തോന്നിപ്പോവുക. അല്ലെ അതിന്റെ ശേഷമുള്ള അക്ഷരത്തിന് ഏത് അക്ഷരം ഹർക്കത്താണോ അതിനോട് യോജിക്കുന്ന അക്ഷരം അത് പൂർണ്ണമായിരിക്കും. അഹ്മദ് ഓതുമ്പോ യജീദ് അലം യജീദ് എന്ന സമയത്ത് യജീദിക ഈ ശരിക്കുള്ള സുക്കൂന് കേൾക്കാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ഓത്ത് ഉഷാറാവുണ്ട്. ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞാല് ഇവിടെ കേൾക്കണം, കേട്ടിട്ട് പറയണം, അപ്പൊ തിരുത്തണം, അങ്ങനെയൊക്കെ അല്ലേ. എങ്ങനാലും നമ്മൾ ശ്രദ്ധിക്കാൻ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. അത് നമുക്ക് തോന്നൂല. ഞാൻ പോകണത്ത് എന്തൊക്കെയാ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല, ഇതല്ലേ. അപ്പോ ചെറിയ പ്രശ്നം, നല്ല ഓത്താണ്, നല്ല ശബ്ദമാണ്, നല്ല ഉഷാറായിട്ട് ഓതാൻ വയ്ക്കുന്നുണ്ട്, ഇങ്ങനത്തെ പ്രശ്നം ശ്രദ്ധിക്കണം. എന്നുള്ളത് ആവരുത്. എങ്ങനെ കേട്ടത്? അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. വാവിൽ നിന്നുള്ള ആ ഒരു തഫ്ഹീം പോലത്തെ അല്ലെങ്കിൽ ഒരു ഓ ആകണമായിട്ട് അത്ര അങ്ങോട്ട് അയക്കണമെന്നല്ല. എന്നാലും അഹ്മദ് ഉച്ചരിച്ച മാതിരി എന്ന് പറയാൻ വയ്ക്കൂലല്ലോ. അതുകൊണ്ടാണ് ഒരു ക്യാ ശബ്ദം വന്നിട്ടുണ്ട്, ഖ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.